കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ മർദ്ദിച്ചതിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി മിഥുൻ പറയുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. അന്നേരം ഉണ്ടായ സംഭവം എന്തോന്ന് അമ്മ ഉപദ്രവിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടത്. അമ്മ അടിക്കുമ്പോൾ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ ഉപദ്രവിച്ചിട്ടാണ് ഞാൻ. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് പത്തനാപുരത്ത് CCTVയെ ചൊല്ലി അയൽക്കാരായിട്ടുള്ള ആൾക്കാർ തമ്മിൽ അടികൂടിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ. അയൽപക്കത്തെ പെണ്ണിനെ വീട്ടുകാർ ചേർന്ന് അടിച്ച ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഒരു CCTV വെച്ചതിന് പിന്നാലെയാണ് ഈ അടി ഉണ്ടായത്. അപ്പൊ ഒരു CCTV വെച്ചതിനെ തുടർന്നാണ് ഈ അടി ഉണ്ടായതെന്ന് സ്വന്തം വീട്ടുകാർ പറയുമ്പോൾ അയൽപ്പക്കത്തെ വീട്ടുകാർ പറയുന്നത് മറ്റൊന്നാണ്. ഒരു CCTV വെച്ചതിനെ തുടർന്നാണ് അടി ഉണ്ടായതെന്ന് ഈ CCTV വെച്ച വീട്ടുകാർ പറയുമ്പോൾ അയൽപ്പക്കത്തെ വീട്ടുകാർ പറയുന്നത് മറ്റൊന്നാണ്. ഇനി എന്തിന്റെ അടിയായാലും ദേഹോപദ്രവം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും വിഷയം മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന ആ ഒരു CCTV ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ഇതാണ് സംഭവം. ഈ വീട്ടുകാർ തമ്മിൽ ഇടയ്ക്കിടെ അടി കൂടാറുണ്ട്. പക്ഷെ ഈ തവണ കയ്യാങ്കളിയായി മാറിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് വീട്ടുകാരും വാടക വീട്ടിലാണ് താമസം. ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച സുനിൽ കുമാറിന്റെയും മകൻ മിഥുന്റെയും ഉപദ്രവം മൂലം ഓൾറെഡി 4 വീട്ടുകാരാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ഇവരുടെ ശല്യം സഹിക്കാതെ ഓണറും ഈ വീട്ടുകാരും കൂടി ചേർന്ന് ഇവരുടെ ഫാമിലിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഈ സുനിൽകുമാറിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സമയത്താണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് CCTV വെക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇരു വീട്ടുകാരും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നു. അന്നേ ദിവസം എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഈ മർദ്ദനമേറ്റ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇവിടുന്ന് 4 വീട്ടുകാർ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ അമ്മയും ഓണറും കൂടെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അതിനെ ചൊല്ലിയായിരുന്നു തുടക്കം തർക്കം ഉണ്ടായത്. മിനിഞ്ഞാന്ന് ഈ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള ബക്കറ്റ് ചൂട് എടുത്തോണ്ട് പോയി. അമ്മ രാവിലെ മുറ്റം തൂക്കാൻ ചൂട് നോക്കിയപ്പോ കണ്ടില്ല. ക്യാമറ നോക്കിയപ്പോ രാത്രി എത്രയായപ്പോ പതുക്കെ ചൂടെടുത്ത് അതിന്റെ ബക്കറ്റ് എടുത്ത് കൊണ്ടുപോയി. രാവിലെ ഇതുപോയി ചോദിച്ചപ്പം അയാൾ കൈ മലത്തേക്കൊന്നും അറിയത്തില്ല. തെളിവുണ്ടോ? ഞാൻ പറഞ്ഞ തെളിവുണ്ടോ? തെളിവ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിക്കേണ്ടവരെ കാണിച്ചോളാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇയാൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അമ്മ ഇതിനെ കേസ് കൊടുക്കുക, അതിന് അമ്മയുടെ മക്കത്തേക്ക് അമ്മയെ ചീത്ത വിളിക്കുകയും മോശമായിട്ട് കുറെ സത്യം പറയുകയൊക്കെ ചെയ്തു. ഹെവി ജയശങ്കർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ജയശങ്കർ, ആ ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. അച്ഛനും മകനും മാത്രമല്ല അമ്മയും ഉണ്ട് കൂടെ. 3 പേർ ചേർന്നാണ് ആ വീട്ടിൽ കയറി അതിക്രൂരമായി ആ പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചിട്ട് ആക്രമിക്കുന്നത്. അപ്പൊ ഈ പെൺകുട്ടി സംസാരിക്കുമ്പോൾ നല്ലോണം ബാക്ക്ഗ്രൗണ്ട് അലമ്പാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളവും ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും മനസ്സിലാകാൻ സാധ്യത കുറവാണ്. ഈ പെൺകുട്ടി പറഞ്ഞത് മറ്റൊന്നുമല്ല. ഈ പെൺകുട്ടി മർദ്ദനമേക്കുന്നതിന്റെ തലേ ദിവസം ഇവരുടെ വീട്ടിലെ ചൂലും ബക്കറ്റും കാണാതായി. അങ്ങനെ ഇവര് CCTV നോക്കിയപ്പോ അത് സുനിൽകുമാർ ആണ് എടുത്തതെന്ന് മനസ്സിലായി. അങ്ങനെ ഈ പെൺകുട്ടി പിറ്റേ ദിവസം അയാളോട് ചോദിച്ചു. അയാൾ അത് നിരസിച്ചു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. പിന്നെ ഇതിനിടെ വേസ്റ്റ് കളയുന്നതുമായി ബന്ധപ്പെട്ട അടിയുണ്ടായി. അതങ്ങനെ വലിയ കയ്യാങ്കളിയായി. അങ്ങനെ ഈ സുനിൽകുമാറും മകനും ഭാര്യയും എല്ലാം കൂടി ഈ പെൺകുട്ടിയെ മർദ്ദിച്ച് അവശയാക്കി. ആ CCTV ഉള്ളത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറം ലോകം അറിഞ്ഞു. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഈ പെൺകുട്ടിയെ ആരും വിശ്വസിക്കുകയോ പോലും ചെയ്യത്തില്ലായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് CCTVയെ ചൊല്ലി പ്രശ്നം ഉണ്ടായത്. CCTV വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടത്തില്ലേ? എന്തായാലും സുനിൽകുമാറിന്റെ ഭാര്യക്കെതിരെ നിലവിൽ കേസൊന്നും ഉണ്ടായിരുന്നില്ല. മകനാണെങ്കിൽ ഒളിവിനും പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസ് മകനെ ഇപ്പൊ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും പിടികൂടിയ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതും കൂടെ കേട്ടു നോക്കാം. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ മർദ്ദിച്ചതിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി മിഥുൻ പറയുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. അന്നേരം ഉണ്ടായ സംഭവം എന്തോന്ന് അമ്മ ഉപദ്രവിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടത്. അമ്മ അടിക്കുമ്പോൾ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ ഉപദ്രവിച്ചിട്ടാണ് ഞാൻ. ഞാനതിനകത്ത് ഇടപെട്ടത്. അമ്മ അടിക്കുമ്പോൾ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ ഉപദ്രവിച്ചിട്ടാണ് ഞാൻ. അയ്യോടെ മോനെ വക്കീല് പഠിപ്പിച്ചു വിട്ടതായിരിക്കും അല്ലെ ഇങ്ങനെയൊക്കെ പറയണോന്ന്. അല്ല, കേസിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാലോ അതുകൊണ്ടായിരിക്കും. അല്ലാത്ത ബുദ്ധി തന്നെ നിന്റേത്. മോന്റെ നടത്തം കണ്ടില്ലേ? കണ്ടാ തോന്നും പഞ്ചപാവമാണെന്ന്. പക്ഷെ കയ്യിൽ ഇപ്പൊ അത്ര നല്ലതല്ലല്ലോ. ആ CCTV ദൃശ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ ഒന്നും ആ പെൺകുട്ടിയെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആ പെണ്ണിനെ നിങ്ങളല്ലേ പിടിച്ചു വലിച്ചു ഉപദ്രവിച്ചത്? ഇനിയിപ്പോ ഈ പെണ്ണ് പിന്നെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ അടിച്ചതിന് ശേഷം വേഗം ഓടി വന്ന് ഈ വീട്ടിൽ നിന്നതായിരിക്കും. അതായിരിക്കും നിങ്ങൾ വന്ന ഉപദ്രവിച്ചത്. അങ്ങനെ പറയും ഇനി കേട്ടോ.
ഇനിയിപ്പൊ അതായിരിക്കും അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നുണ പറ ചേർക്കാം. എന്തായാലും ഇരു വീട്ടിലെയും അമ്മമാര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്നും കേട്ടു നോക്കാം. നമുക്ക് ആദ്യം മർദ്ദനം ഏറ്റ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് കേട്ടു. ഇവിടെ ഞങ്ങൾ 3 പേരും, മോളും രാജിയും ഞാൻ വല്യമ്മയാ, പിന്നെ കൊച്ചുമോള്, 3 പേര് മാത്രമേ ഉള്ളൂ. പപ്പ അങ്ങ് പോയേക്കുക, ഒരു അപ്പച്ചനെ നോക്കാൻ നിൽക്കുക. ആ വാടക വീട് തന്നെ. ഈ പ്രതികൾ സംസാരിക്കുന്ന അവരും വാടക വീട് തന്നെയാണ്. അവര് വരുന്നവരെ എല്ലാം ഇതുപോലെ ഓരോ കാരണവും പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കും. എന്തൊക്കെയോ കള്ളക്കടത്തുണ്ട്, അത് ഉറപ്പാ. എന്നാ പറഞ്ഞാൽ തുണിയിട്ട് 2 സൈഡ്. ആദ്യം അവിടെ ഒരു ക്യാമറ വെച്ചായിരുന്നു, ഒരു പെണ്ണു ഉണ്ടായിരുന്നു. അവരെ ഇതുപോലെ തന്നെ അവരെ ഓടിച്ച് വഴക്കുണ്ടാക്കി ഒത്തിരി തെറിയൊക്കെ പറഞ്ഞ് ഓടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവര് പോയി കഴിഞ്ഞപ്പം ഇപ്പൊ ഞങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇതിന് തുണിയിട്ട് അങ്ങ് അവിടം വരെ കെട്ടി അങ്ങ് മറയ്ക്കും, കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ പുറകെ വരും. അവര് വീട്ടിൽ നമ്മളെന്തെങ്കിലും ഞങ്ങൾ അങ്ങ് തിരക്കാനൊന്നും പോവുകയില്ല. പിന്നെ ഇവന്റെ തുണി ഇത്ര നീളം കീറിക്കൊണ്ട് ഞാൻ പൂജിക്കാൻ കൊണ്ടുപോകാനാന്ന് പറഞ്ഞു അതൊരു പ്രശ്നം ഉണ്ടായി. ഞാനിവിടെ പള്ളിയിൽ പോകുന്നോളൂ, എന്തിനാ ഞാൻ പൂജിക്കാൻ പോകുന്നത്? അങ്ങനെ ഇത്രയും പ്രശ്നമാണ്. കാര്യം പറഞ്ഞ് ഇവൻ എന്നെ കുറിച്ച് കുറെ അനാവശ്യങ്ങൾ പറഞ്ഞു. ഞാനിവിടെ അവന്റെ തുണി കീറുക, അവന്റെ വീട്ടിലെ സാധനങ്ങൾ കളയുക, ചെരുപ്പ് കളയാന്നൊക്കെ. ഞാൻ ഇവിടുന്ന് ഒരിടത്തോട്ട് ഇറങ്ങിയല്ല. അതായി ക്യാമറ വെക്കാൻ കാരണം. ഇതിലും വലിയ സംഭവം നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തെന്ന് പറയത്തില്ല എന്ന് ഓർത്താ ഞങ്ങൾ പറഞ്ഞു. ഇല്ലാത്ത കാശ് മുടക്കി ഞങ്ങൾ ക്യാമറ വെച്ച കാരണം ആരക്ഷയ്ക്ക് വേണ്ടി വെച്ചാ. അല്ലെ അവൻ എന്തൊക്കെയോ സംഭവം കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാനാ ചെയ്തെന്ന് പറയത്തില്ലേ. അതുകൊണ്ട് ഈ ക്യാമറ അതിനായിട്ട് തന്നെ വെച്ചതാണ്. എന്തായാലും CCTV ഉള്ളത് കൊണ്ട് കള്ളന്മാരാരാണെന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലായി. ഈ 2 വീടുകളും എല്ലാം ഒരു ഉടമസ്ഥന്റേതാണ്. അപ്പോ ഈ സുനിൽകുമാറിന്റെ ഫാമിലിക്ക് ഈ അയൽപ്പക്കക്കാര് വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നിയ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ടോർച്ചർ ചെയ്ത് ഇവരെ എങ്ങനെയെങ്കിലും ഓടിക്കണം, അതായിരിക്കും ഇവരുടെ പരിപാടി. ഇതിനു മുമ്പ് 4 കുടുംബങ്ങളാണ് ആ വീട്ടിൽ നിന്നും മാറിപ്പോയത്. എന്ത് പറയാനാണ് അല്ലേ? പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഈ സുനിൽകുമാറും ഫാമിലിയോടും ഒക്കെ ഈ ഓണറെ ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടും ഇവര് കൂട്ടാക്കിയിട്ടില്ല. ഒരുപാട് തവണ പറഞ്ഞു ഇവരോട് ഇറങ്ങി കൊടുക്കാനായിട്ട്, പക്ഷെ അവരത് കേട്ടില്ല. അവരെന്ത് ചെയ്യുന്നറിയോ? ഈ സുനിൽകുമാർ ഒരു വക്കീലുമായിട്ട് വന്ന് ഈ മർദ്ദനം ഏറ്റ പെൺകുട്ടിയോടും വീട്ടുകാരോടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുകയായിരുന്നു. അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം പരിക്കേറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്ന ഒന്ന് കേട്ടു നോക്കാം. പരിക്കുണ്ട്, കാലയിൽ ഇങ്ങനെ ചതവുണ്ട്, ഇവിടെ പൊട്ടലുണ്ട്, 2 കാലയിലും ഇങ്ങനെ പൊട്ടി മരുന്ന് നോക്കി വെച്ചിട്ടുണ്ട്. പോയായിരുന്നു. പോയി പരാതി കൊടുത്ത് അവർ അന്നേരം തന്നെ ഇവിടെ വന്നിട്ട് നേരിട്ട് കണ്ട് വീഡിയോ കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവര് 3 പേരോട് ഉണ്ടായിട്ട്. പക്ഷെ ഞങ്ങൾ ആശുപത്രി പോയോണ്ട് അറിഞ്ഞില്ല അവനോടുണ്ടെന്ന്. മറ്റവൻ ഒളിവിൽ പോയി, ഞങ്ങൾ പോയിടനെ പോയി. പിന്നെ അപ്പനെ പിടിച്ചു എന്നിട്ട് അവിടുന്ന് മുങ്ങി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുങ്ങാൻ തുടങ്ങിയപ്പോൾ കൈയും കാലും ഒടിഞ്ഞെന്നും പറഞ്ഞ് ആശുപത്രി പോകാൻ തുടങ്ങുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പോലീസ് വളഞ്ഞ് പിടിച്ച് വീണ്ടും കൊണ്ടുവന്ന് ഞങ്ങൾ വൈകുന്നേരം 4 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നവരെ അവിടെ ഉണ്ട്. അവനെ പിടിച്ചിരുത്തിയേക്കുവാ. മോക്ക് 19 വയസ്സ്. എവിടെ പഠിക്കുന്നത്? ഇന്നലെ ഉണ്ട്. അവർക്ക് ലീവ് എങ്ങാണ്ട് എന്തോ പിന്നെ പരീക്ഷ എന്താ ലീവ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ഉണ്ടെങ്കിൽ കഥ അങ്ങ് അടച്ചിടും, തുറക്കത്തില്ല. ഇവര് 3 പേരും ഉണ്ടല്ലോ, ഓർത്തി ഞാൻ കഥ അങ്ങ് അടച്ചിടും. പിന്നെ എന്റെ ദൈവം പെണ്ണുമ്പിള്ള വിളിക്കുന്ന തെറിയോ ജലജൻ പറഞ്ഞേ അവൻ പറഞ്ഞു കൊടുക്കും, ഇവള് തെറി വിളിക്കും. അങ്ങനെയാ പ്രശ്നം. അവരെ വിളിക്കുന്നതിന് പ്രശ്നം, ഞങ്ങൾ വിളിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അങ്ങനെയാ എന്ന് ഞങ്ങൾ വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ അത് 1 വർഷമാകുന്ന. അവര് ഞങ്ങളൊക്കെ മുമ്പേ വന്നു. ഇതൊക്കെ അച്ഛന്റെ, ഈ അച്ഛന്റെ തുരുത്തിയിലെ അച്ഛന്റെ. അച്ഛൻ ആദ്യമൊക്കെ അവർക്ക് സൈഡായിട്ട് നിന്ന. പിന്നെ ഇവനെ മനസ്സിലാക്കി വന്നപ്പം അച്ഛൻ ഇച്ചിരി ഇടംതിരിവായിപ്പോയി. അത് കഴിഞ്ഞപ്പോ പിന്നെ അച്ഛൻ തന്നെ തോറ്റുന്നു. മാറാൻ പറഞ്ഞാൽ മാറത്തില്ല, എന്ത് ചെയ്താ. വക്കീലിനെയും കൊണ്ട് വന്നായിരുന്നു ഡെന്നിന്ന് പറഞ്ഞു. വക്കീൽ പറഞ്ഞ് ഇവിടെ ഇരുന്ന് അവന് സപ്പോർട്ടായിട്ട് വന്ന്. ഞങ്ങൾ പറഞ്ഞേ അവന് സപ്പോർട്ടായിട്ട് ഇങ്ങോട്ട് വരണ്ട, അതുകൊണ്ട് വേണ്ടി വന്നാൽ ഞങ്ങൾ 1 വർഷം പിന്നെ കഴിഞ്ഞ് ഇവനെ മാറ്റത്തുള്ളൂ വക്കീൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ഞങ്ങൾ മാറാം. നിങ്ങൾ മാറിക്കോ വക്കീൽ പറയുക. അങ്ങനെയൊക്കെ വന്ന് ഇവിടെ സംഭവങ്ങൾ കൊണ്ടായി. പിന്നെ അയാളെ കണ്ടു. പിന്നെ അയാൾ 1 മണിക്കൂറോളം അതിനകത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ടാ കൊണ്ടുവിട്ടത് ഈ വക്കീല് ഡെന്നിന്ന് പറഞ്ഞേ. ചിലപ്പോ അതേ വക്കീൽ തന്നെ ആയിരിക്കും ഈ പിന്നെ മിഥുനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത്. ഈ അയൽവക്കക്കാർ കൊണ്ട് ഇങ്ങനെ ചില്ലറ ഇടങ്ങേറല്ലോ ഉള്ളത്. ഇങ്ങനെ ഒരു അയൽവാസി ഉണ്ടായാൽ മതി, ജീവിതം അങ്ങോട്ട് ഓക്കെയാണ്. ഇനി ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് മാത്രം നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട കേട്ടോ. ഇവർ പറയുന്നതിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. 2 വീട്ടുകാരുടെ ഭാഗത്തും അതിന്റേതായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എത്രയൊക്കെ തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായാലും വാക്കുകൾ കൊണ്ട് വേണം പരിഹാരം കാണാൻ, അല്ലാണ്ട് കയ്യാങ്കളിയൊക്കെ എന്തിനാണ്? ഇവിടെ ഈ പെൺകുട്ടിയെ കയറി അടിച്ചതിലൊന്നും ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിനെല്ലാം ശേഷം ഈ സുനിൽകുമാറിന്റെ ഭാര്യ, അതായത് മിഥുന്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി കേട്ടു.
ഇപ്പം മീഡിയക്കാർ പറയുന്ന അച്ഛൻ കഞ്ചാവ് മോൻ കഞ്ചാവ് അങ്ങനെ പല രീതിയിലും പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട്. വീണ്ടും വാതിൽ വന്നിരുന്നുണ്ട് ഭയങ്കരമായിട്ട് തെറി വിളിച്ചു. ഒരു 20-കാരിയോ 21-കാരിയോ വിളിക്കുന്ന ഭാഷയല്ല കൊച്ചു വിളിക്കുന്ന. രാവിലെ ഞാൻ വേസ്റ്റ് കളയാൻ പോയതാണ്. വേസ്റ്റ് കളയാൻ പോയിട്ട് തിരിച്ച് അങ്ങോട്ട് പോയപ്പം അവിടുത്തെ അമ്മമ്മ വന്ന് സാലിയെന്നോ മറ്റോ അവരുടെ പേര് ലാലിയെന്നോ സാലിയെന്നോ ആ അമ്മമ്മ വന്ന് കതക് തുറന്നപ്പം ഞാനില്ല വേസ്റ്റും കൊണ്ട് പോകുന്നതാണ് അവർ കണി കണ്ടത്. അപ്പം അവർ പെങ്കൊച്ചിനെ വിളിച്ച് എന്തോ ഒന്ന് ഞനുമുനാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നപ്പം ആ പെൺകുട്ടി എന്നെ വായി കൊള്ളാൻ വയ്യാത്ത അസഭ്യം പറഞ്ഞു. ഞാൻ അവളെ ഉറക്കം എണീറ്റ് വന്നപ്പം ആ വേസ്റ്റ് പാത്രം കൊണ്ട് ഞങ്ങളുടെ മുറ്റത്തൂടെ പോകുന്നെന്നും പറഞ്ഞുകൊണ്ട് പെരയ്ക്കകത്ത് നിന്നുകൊണ്ട് തെറി പറഞ്ഞപ്പോൾ ഞാനും അവളെ പറഞ്ഞു. അങ്ങനെ വഴക്കുണ്ടായത്. അത് കഴിഞ്ഞിട്ട് അതങ്ങ് നിർത്തി ഞാനങ്ങ് പോയി. അവൾ കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞിട്ട് അവളും വല്യമ്മയും കൂടെ ആലോചിച്ചിട്ടായിരിക്കും വീണ്ടും വാതിൽ വന്നിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് തെറി വിളിച്ചു. ഒരു 20-കാരിയോ 21-കാരിയോ വിളിക്കുന്ന ഭാഷയല്ല കൊച്ചു വിളിക്കുന്നത്. അവളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അവൾ താമസിച്ചിട്ടുള്ള ചുറ്റുവട്ടത്തുള്ള ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ആ കുട്ടിയുടെ കൂടെ പഠിച്ചിട്ടുള്ള വ്യക്തികളോട് നിങ്ങൾ തിരക്കി നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അവൾ ആ രീതിയിൽ ചീത്ത വിളിച്ചപ്പോൾ എൻ്റെ മകൻ ചോദിച്ചു, നിൻ്റെ അമ്മയെ ഞാൻ ഇത്രയും കാലമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ചീത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നെ പറഞ്ഞിട്ടുണ്ടോ? നീ ഇവിടെ വന്നിട്ട് 1 വർഷമായല്ലേ? അപ്പോൾ അവനെയും ചീത്ത വിളിച്ചു. അന്നത്തെ വഴക്കിനുള്ള കാരണം ഇതാ. അവനെയും ചീത്ത വിളിച്ചു, എന്നെയും ചീത്ത വിളിച്ചു. അങ്ങനെ അവിടെ നടന്ന സംഭവം. പച്ചത്തെറി ആ കുട്ടി വിളിച്ചത്. ഇനി ഇതുവരെ അവന് ഒരു കേസുമില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കൂടെ പഠിച്ചവരെയോ ഞങ്ങൾ താമസിച്ചിട്ടുള്ളിടത്തോ അവനെക്കുറിച്ച് അറിയാവുന്ന ഏത് വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തിരക്കാം. ഓക്കെ, നേരത്തെ മകൻ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ. നിങ്ങളെ ഉപദ്രവിച്ചത് കൊണ്ടാണ് മിഥുൻ പോയി ആ പെൺകുട്ടിയെ തല്ലിയതെന്നല്ലേ പറഞ്ഞു. എന്തായാലും ഇപ്പൊ അമ്മയുടെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നു. അതായത് ഈ അമ്മയും പെൺകുട്ടിയും കൂടി പിന്നെ മിഥുന്റെ അമ്മയെ തെറി വിളിച്ചത് കൊണ്ടാണ് ഇവർ പോയി തല്ലിയത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെൺകുട്ടി തെറിയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വരെ ഈ അമ്മ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. ഇനി ഇപ്പൊ സത്യം എന്ത് തന്നെ ആയാലും ഈ CCTV കണ്ടത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മകൻ ചെയ്തത് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം. അതുപോലെ തന്നെ ഈ അമ്മ ചെയ്തതും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളടക്കമാണ് ആ പെൺകുട്ടിയെ പിടിച്ച് ഉപദ്രവിച്ചത്. സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാണ്. നിങ്ങളൊന്നും കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ചിലപ്പോൾ വല്ലാണ്ട് ന്യായീകരിക്കാൻ നിന്നാൽ നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി വരെ ആൾക്കാർ തപ്പിക്കൊണ്ട് വരും. അത് ഇതിലും വലിയ നാടകേതായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇനിയെങ്കിലും അയൽപ്പക്കക്കാരുമായിട്ടൊക്കെ സൗമ്യത്തിലൊക്കെ നിൽക്കാൻ നോക്ക്. ഇനി സൗമ്യമായി ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷത്തും മിണ്ടാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.